നമസ്കാരം. ഉപനിഷത്ത് സെഷനിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം. നമുക്ക് ആദ്യം മെഡിറ്റേഷൻ ചെയ്യാം. കണ്ണുകൾ അടച്ച് ശാന്തമായിരിക്കും. ഭൂമി മാതാവിനോടും സർവചരാചരങ്ങളോടും അന്തരീക്ഷത്തോടും കൃതജ്ഞത രേഖപ്പെടുത്തും. ഭൂമി മാതാവിൽ നിന്നുമുള്ള ഹീലിംഗ് എനർജി കാലുകളിലൂടെ പ്രവേശിച്ച് ശരീരം മുഴുവൻ വ്യാപിക്കുന്നതായും ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളെയും എല്ലാ കോശങ്ങളെയും റിലാക്സ് ചെയ്യാൻ സഹായിക്കുന്നതായും അനുഭവിക്കും. ഇപ്പോൾ ശരീരം പൂർണ്ണമായും റിലാക്സ്ഡ് ആയി. ഈ റിലാക്സേഷൻ ഹൃദയത്തിൽ അനുഭവിക്കും. ശ്വാസം ദീർഘമായി ഉള്ളിലേക്ക് എടുക്കൂ. ഹൃദയത്തിൽ സ്നേഹം നിറയുന്നതായി അനുഭവിക്കും. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ സ്നേഹം പ്രപഞ്ചം മുഴുവൻ വ്യാപിക്കുന്നതായും അനുഭവിക്കും. ഹൃദയത്തിൽ കുടികൊള്ളുന്ന സ്നേഹത്തിന്റെ സ്രോതസ്സിൽ നിന്നും ഉദ്ഭവിക്കുന്ന ദിവ്യപ്രകാശം മനസ്സിനെ ആകർഷിക്കുന്നതായി അനുഭവിക്കും. ആ ദിവ്യപ്രകാശത്തിൽ ധ്യാനം ആരംഭിക്കും. മനസ്സിൽ ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ മൃദുവായി അവയെ അവഗണിക്കുക. ദിവ്യപ്രകാശത്തിൽ ധ്യാനം തുടരുക. പ്ലീസ് സ്റ്റാർട്ട് മെഡിറ്റേഷൻ. ഓക്കെ, ആ കണ്ടീഷൻ ഹൃദയത്തിൽ നിലനിർത്തി പതുക്കെ കണ്ണുകൾ തുറക്കൂ. എല്ലാവരെയും ഹാർദമായി ഹാർട്ട്ഫുൾനെസ് സഹജമാർഗ് മെഡിറ്റേഷൻ സിസ്റ്റത്തിലേക്ക് സ്വാഗതം ചെയ്യും. എങ്ങനെ ജോയിൻ ചെയ്യാം എന്നത് ഡിസ്ക്രിപ്ഷൻ ബോക്സിലേക്ക് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഛാന്തോക്യോപനിഷത്തിലെ 5-ാമത്തെ അധ്യായത്തിലെ 9-ാമത്തെ ഖണ്ഡമാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യ ശ്ലോകം: ഇതു പഞ്ചമ്യാഹുതാവഹ പുരുഷാവത്വസോ ഭവന്തീതി സ ഉൽഭാവൃതോ ഗർഭോ ദശ വാ നവ വാ മാസാനന്തഃ ശയിത്വാ യാവദ്വാഥ ജായതേ. അങ്ങനെ ജലത്തിൽ 5-ാമത്തെ തർപ്പണത്തിൽ ഒരു മനുഷ്യ ശബ്ദം ഉണ്ടാകുന്നു. 10 മാസങ്ങൾ ഇതിൽ ശയിച്ചതിന് ശേഷം അത് എത്ര നീണ്ടു നിൽക്കുകയായാലും ഭ്രൂണം ചർമ്മത്താൽ, അതായത് ആംനിയോട്ടിക് മെംബ്രെയിൻ ആവരണം ചെയ്യപ്പെട്ട പോലെ അതിനുശേഷം അവൻ പിറക്കുന്നു. സ ജാതോ യാവദായുഷം ജീവതി തം പ്രേതം ദിഷ്ടമിതോനയ ഏവ ഹരന്തി യത ഏവേദോ യത സംഭൂതോ ഭവതി. അവൻ ജനിക്കുമ്പോൾ അവൻ ജീവിതത്തിന്റെ കാലയളവ് ജീവിക്കുന്നു. മരിക്കുമ്പോൾ അവനെ നിർണയിക്കപ്പെട്ട അഗ്നിയിലേക്ക്, എവിടെ നിന്ന് അവൻ വന്നോ, എവിടെ നിന്ന് അവൻ ഉയർന്നോ അവിടേക്ക് നയിക്കുന്നു. വളരെ വളരെ സ്പിരിച്വൽ ആയിട്ടുള്ള മനസ്സിലാക്കേണ്ട ശ്ലോകങ്ങളാണ്. അങ്ങനെയാണ് നമ്മൾ അമ്മയുടെ ഗർഭപാത്രത്തിൽ എത്തുന്നത്. ഇത് മുമ്പത്തെ ഖണ്ഡങ്ങളിൽ പറയുന്നുണ്ട്. എങ്ങനെയാണ് അച്ഛൻ്റെ ശുക്ലത്തിലൂടെ അമ്മയുടെ ഗർഭപാത്രത്തിലേക്ക് പ്രവേശിക്കുന്നത്. ഇത് ആത്മാവിന്റെ തീരുമാനമാണ്. അപ്പൊ സ്ത്രീ പുരുഷന്മാര് വിവാഹിതരായിട്ട് ബന്ധപ്പെടുമ്പോൾ വിവാഹിതരാവണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം അതിനൊരു ലീഗൽ സാങ്ക്ടിറ്റി വരുന്നു. പല പുരുഷന്മാരും കല്യാണം കഴിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം സ്ത്രീക്കുണ്ട്. പല സ്ത്രീകളെ കല്യാണം കഴിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം പുരുഷനുണ്ട്. അപ്പൊ ഈ തരത്തിൽ സ്നേഹം ചിതറിപ്പോവാതെ
അതിനെ ഒരു സ്ഥലത്തിലേക്ക് ഫോക്കസ് ചെയ്യാൻ വിവാഹം നമ്മളെ സഹായിക്കുന്നു. അങ്ങനെ പുരുഷൻ സ്ത്രീയുടെയും സ്ത്രീ പുരുഷന്റെയും ഗുരുവായി മാറുന്നു എന്നാണ് ഭാഗവതത്തിൽ പറയുന്നത്. ഇന്ദ്രിയങ്ങളെ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടി പുരുഷൻ സ്ത്രീയെയും സ്ത്രീ പുരുഷനെയും സഹായിച്ചുകൊണ്ടേയിരിക്കുന്നു. ഒടുക്കം ഇന്ദ്രിയാതീതമായിട്ടുള്ള ഒരു ജീവിതം, പൂർണ്ണമായിട്ട് സ്നേഹത്തിലൊരു ജീവിതം നയിക്കാൻ ഒരു കപ്പിളിന് സാധിക്കുന്നു. ശരിക്കുള്ള ഒരു വിവാഹ ബന്ധത്തിൽ ഏർപ്പെടുകയാണെങ്കിൽ ഒരു തരി കൂടിയും ഭാര്യയെ കുറിച്ചിട്ടോ അല്ലെ ഭാര്യയ്ക്ക് ഭർത്താവിനെ കുറിച്ചോ വേണ്ട എന്ന് തോന്നരുത്. ഈ ബന്ധം എനിക്ക് വേണ്ടായിരുന്നു, പലരും പറയാറുണ്ടായിരുന്നു, എനിക്ക് ഇതിനേക്കാളൊക്കെ നല്ല ആലോചനകൾ വന്നതാണ്. അപ്പൊ ആ ചിന്തയൊക്കെ നമ്മുടെ ഉള്ളിൽ നിന്ന് പോയിട്ടുണ്ടാവും. ഇതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല ബന്ധം, ഇതിനേക്കാളും കൂടുതൽ ഒരു നല്ലൊരു റിലേഷൻ ഇല്ല. അപ്പൊ കംപ്ലീറ്റ് ആയിട്ടുള്ള ആ സ്നേഹമായി മാറുകയാണ്. ചാരിജി മഹാരാജ് പറയും ആ തരത്തില് വിവാഹിതരായിട്ട് കൾമിനേറ്റ് ചെയ്യുമ്പോൾ പിന്നെ ശരിക്കും മെഡിറ്റേഷൻ ആവശ്യമില്ല. ഇവര് ഓട്ടോമാറ്റിക്കായിട്ട് സ്പിരിച്വൽ പ്രോഗ്രസ്സിലെത്തുന്നു, മാസ്റ്റർ അടുത്തേക്ക് എത്തുന്നു. രണ്ടുപേരും ഒരേപോലെ ആ ശ്രദ്ധയിലേക്ക് മാറും. കാരണം സ്നേഹത്തിന്റെ ഉയർച്ചയിലാണ് ജീവിതത്തിന്റെ ശരിക്കുള്ള വിജയം എന്ന് അവർ തിരിച്ചറിയും. ഇതാണ് ഇവിടെ ശാന്തോക്യ ഉപനിഷത്ത് പറയുന്നത്. അമ്മയുടെ ഗർഭപാത്രത്തിൽ എത്തിയതിനു ശേഷം ആത്മാവ് ഒരു ശരീരത്തിൽ പ്രവേശിക്കുകയാണ്. 3-ാം മാസത്തിലാണ് അത്ര ബോഡിയായിട്ട് പൂർണ്ണമായിട്ട് ഐഡന്റിഫൈ ചെയ്യുന്നത്. അപ്പോൾ മോഡേൺ സയൻസ് പ്രൂവ് ചെയ്യുന്നുണ്ട്. ക്രമേണ ഇന്ദ്രിയങ്ങൾ ഡെവലപ്പ് ചെയ്യുന്നു. ഉള്ളിൽ നിന്നും എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളൊരു പ്ലാൻ അതിനു വേണ്ടിയിട്ട് മാസ്റ്റേഴ്സ് സഹായിച്ചുകൊണ്ടേയിരിക്കുന്നു. ക്രമേണ മാസ്റ്റേഴ്സിന്റെ സഹായത്തിൽ നിന്ന് നമ്മൾ വിട്ടതായി തോന്നുന്നു. എപ്പോഴും അവർ സഹായിക്കുന്നുണ്ട്, പക്ഷെ ഇന്ദ്രിയ തലത്തിലേക്ക് കണക്റ്റഡ് ആകുമ്പോൾ ഒരു കുട്ടി വളർന്നു വരുമ്പോൾ എങ്ങനെയാണോ പേരൻസിനെയും കുടുംബത്തെയും മറക്കുന്നത്, അതുപോലെ ഈ ഭ്രൂണം ക്രമേണ തന്റെ ഒറിജിനൽ ആയിട്ടുള്ള ആ ഹോമിനെ കുറിച്ച് മറന്നു പോകുന്നു, വിസ്മൃതിയിലേക്ക് പോകുന്നു. ഈ മെംബ്രെയിൻ ഒരു സെപ്പറേഷൻ പോലെ ആയിട്ട് മാറും. അപ്പൊ നമുക്ക് ഫീഡിങ് തരുന്ന അതേ മെംബ്രെയിനെ നമുക്കൊരു തടസ്സമായിട്ട് മാറും. നമ്മുടെ ഈഗോന്റെ കുഴപ്പമാണ്. അത് ഇങ്ങനെയാണ് ശീലിച്ചിട്ട് എത്രയോ ജന്മങ്ങളിലൂടെ കടന്നുപോയിട്ട് ഇതേ രീതിയിലാണ് ഒരു ആത്മാവ് സ്വീകരിക്കുക. അതുകൊണ്ടാണ് ഈ വിസ്മൃതി വരുന്നത്. ഈ വിസ്മൃതി മാറ്റണം. പുറത്തേക്ക് വരുമ്പോഴെങ്കിൽ ഓർമ്മ വേണം. അങ്ങനെയുള്ളവരെയാണ് നമ്മൾ ജനിക്കുമ്പോൾ തന്നെ ലിബറേറ്റഡ് എന്ന് പറയും. സ്വാമി വിവേകാനന്ദനെ കുറിച്ചിട്ട് രാമകൃഷ്ണ പരമഹംസൻ പറയാനുണ്ടായിരുന്നു, ജീവൻ മുക്തനാണ് അത്രേ. സുഖമഹർഷിയെ കുറിച്ച് ജീവൻ മുക്തൻ, ഒരിക്കലും മറന്നിട്ടില്ല. എന്തിനാണ് വന്നതെന്ന് മറക്കാത്തവരാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ, മറക്കാതെ ആയിരിക്കാണ്. അപ്പൊ അങ്ങനെ ഒരു സ്റ്റേറ്റിൽ എത്താൻ വേണ്ടിയിട്ട് ഗർഭപാത്രത്തിൽ ഫീറ്റസ് പ്രാർത്ഥനാഭാവത്തിലാണെന്നാണ് ഭാഗവതത്തിൽ പറയുന്നത്. ഞാൻ തിരിച്ചെത്തിക്കോളാം, ഞാൻ ഒരിക്കലും ഇനി മറക്കില്ല. അങ്ങനെയാണ് കൈകൂപ്പി കിടക്കുന്ന ഒരു ഇതാണ് നമുക്ക് കാണാം ഫീറ്റസിന്റെ അപ്പിയറൻസ്. പക്ഷെ പുറത്തേക്ക് വരുമ്പോൾ അത് മറന്നു പോകും. ഇപ്പൊ 10 മാസം ഒരു ക്രാഷ് കോഴ്സ് പോലെയാണ്. ഇതുവരെ സഞ്ചരിച്ചിട്ടുള്ള എവല്യൂഷൻ പ്രോസസ്സ്, മത്സ്യമായാലും ആംഫീബിയൻ ആയാലും റെപ്റ്റൈൽ ആയാലും മൃഗങ്ങൾ, ഇതെല്ലാം ശരിക്കും ഫീറ്റസിൽ അനുഭവിക്കുന്നു. ഓൺടോജനി മിമിക്സ് ഫൈലോജനി എന്നുള്ളൊരു സിദ്ധാന്തം. എല്ലാം ഒരു ക്രാഷ് കോഴ്സ് പോലെ, ഒരു എൻട്രൻസ് എക്സാമിന് പ്രിപ്പയർ ഫൈനൽ ആയിട്ടൊരു ടെസ്റ്റ് പോലെ ഗർഭപാതം അനുഭവിക്കുന്നു. പുറത്തേക്ക് വരുന്നു ഒരു മനുഷ്യനായിട്ട്. അതാണ് മനുഷ്യന്റെ പ്രാധാന്യം ഇവിടെ പറയുന്നുണ്ട്. ഒരു മനുഷ്യന്റെ പ്രാധാന്യമാണ്. ആ മനുഷ്യൻ ഈ ജീവിതത്തിൽ ഇനി ഒരിക്കലും ഇന്ദ്രിയ തലത്തിലേക്ക് ഡിസെൻഡ് ചെയ്യരുത്. അങ്ങനെ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഉണ്ടാവുന്ന പ്രോബ്ലംസ് ആയിരിക്കും ഇവിടെ പറയുന്നത്. എവിടെ നിന്നാണോ ഇറങ്ങി വന്ന് അവിടേക്ക് തന്നെ തിരിച്ചു പോകുന്നു. ഒറിജിനൽ ഹോമിലേക്കല്ല തിരിച്ചു പോകുന്നു. നമ്മൾ എവിടെ ഏതോ ഒരു ലെവൽ ഓഫ് കോൺഷ്യസ്നസ്സിൽ തങ്ങി നിൽക്കുകയായിരുന്നു, മുന്നോട്ട് പോകാൻ പറ്റാതെ. നീ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് ഒരു ജീവിതം എടുക്കുക. ആ യാത്രയ്ക്ക് വേണ്ടിയിട്ടുള്ള ടിക്കറ്റ് എടുത്തു, അപ്രോച്ച് എടുത്തു. ഇവിടെ ഇറങ്ങി വരുമ്പോഴേക്ക് ടിക്കറ്റ് കളഞ്ഞു പോയി എന്ന് പറഞ്ഞ പോലെയാണ്. അപ്പൊ ഇവിടെ വന്നിട്ട് ആ ഓർമ്മയിൽ നമ്മൾ ജീവിക്കുകയാണെങ്കിൽ പിന്നെ തിരിച്ചു പോകുന്നത് നമ്മുടെ ഈ വന്ന ലെവൽ ഓഫ് കോൺഷ്യസ്നസ് അല്ല, അത് ട്രാൻസെൻഡ് ചെയ്ത് ഒറിജിനലായിട്ട് ഹോമിലേക്ക് എത്തിച്ചേരുന്നു, ഡിവൈൻ ഹോമിലേക്ക് എത്തിച്ചേരുന്നു. മാസ്റ്റേഴ്സ് അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നത്. ഈ ജന്മത്തിലൂടെ നിങ്ങൾ ഫിനിഷ് ചെയ്യണമല്ല. മനുഷ്യജന്മം അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ലൈഫ് മതി. ഇനി ദേവന്മാരും വേണ്ട, ദേവികളും വേണ്ട, ബ്രഹ്മവും വേണ്ട, വിഷ്ണുവും വേണ്ട, മഹേശ്വരും അല്ല, ആരുമല്ല. നമ്മൾ ഒറിജിനൽ സോൾസുമായി ഡയറക്റ്റ് ആയിട്ട് ലിങ്ക് ഉള്ള ഒരു ജന്മമാണ് മനുഷ്യ ജന്മം എന്ന് പറയുന്നത്. അപ്പൊ അതിനു വേണ്ടിയിട്ട് മാസ്റ്റേഴ്സ് വീണ്ടും വീണ്ടും നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അതിനായിട്ട് ഭൂമിയിൽ ഇറങ്ങി വരുന്നു. നമ്മളത് സ്വീകരിക്കണം. ഉപനിഷത്തുകൾ ഈ ഒരു തത്വമാണ് നമുക്ക് പറഞ്ഞത്. അപ്പൊ പ്രാക്ടിക്കലായിട്ട് എങ്ങനെയാണ് ഉപനിഷത്ത് ഇംപ്ലിമെന്റ് ചെയ്യുക? ഇത് ടെക്സ്റ്റ് ബുക്കാണ്. ലിറ്ററേച്ചർ കൊണ്ട് മാത്രം നമ്മൾ പഠിക്കില്ല. സൈക്കിൾ ചവിട്ടാനുള്ള പുസ്തകം വായിച്ചുകൊണ്ട് മാത്രം സൈക്കിൾ ചവിട്ടാൻ പഠിക്കില്ല. പ്രാക്ടിക്കലായിട്ട് നമ്മൾ ചെയ്യണം. ആ പ്രാക്ടിക്കൽ ട്രെയിനിങ് ആണ് ഹാർട്ട്ഫുൾനെസ്. ശരിക്കുള്ള ഉപനിഷത്ത് മാസ്റ്ററുടെ അടുത്ത്
നമ്മളെ ശരിക്കും എവിടെ എത്തിച്ചേരേണ്ടത്, ആ എത്തിച്ചേരേണ്ട സ്ഥലത്തിൽ നിന്നും ഒരു വ്യക്തി ഒറിജിനൽ സോഴ്സിനെ കാണിക്കുന്ന എൻ്റെ യഥാർത്ഥത്തിലുള്ള പിതാവിനെ പ്രതിനിധാനം ചെയ്യുന്ന എൻ്റെ മാസ്റ്റർ പറയാണ്, നിങ്ങൾ ഇനി എവിടെ നിൽക്കണ്ട, എന്നെ പോലെ ആയിത്തരൂ, എൻ്റെ കൂടെ വരും. അത് സ്വീകരിച്ചിട്ട് ഇവിടെ ഭൂമിയിൽ ജീവിക്കാൻ അവസരം തരികയാണ് ഹാർട്ട്ഫുൾനെസ്സിൽ. ഇതാണ് ഹാർട്ട്ഫുൾനെസ്സിന്റെ അത്ഭുതം. എന്നിട്ട് റിപ്പീറ്റഡ് ആയിട്ട് അവിടെ നിന്നുമുള്ള കണക്ഷൻ തന്നുകൊണ്ടേയിരിക്കുകയാണ്. നമുക്ക് വീട്ടിൽ നിന്നുള്ള ഭക്ഷണം കിട്ടുന്ന പോലെ, എത്ര 5 സ്റ്റാർ ഹോട്ടലിൽ ഭക്ഷണം കിട്ടിയാലും വീട്ടിലെ ഭക്ഷണം പോലെ ആവില്ല. ആ സ്നേഹത്തിന്റെ ആഹാരം നമുക്ക് നിരന്തരം തന്നുകൊണ്ടിരിക്കുകയാണ് മാസ്റ്റർ പ്രാണാഹുതിയിട്ട്. അതിന് മാത്രം ആഹരിക്കുന്ന ഒരു സ്റ്റേറ്റിൽ എത്തിച്ചേരുന്നതോട് കൂടിയിട്ട് നമ്മൾ ജന്മങ്ങളുടെ ഈ ഒരു സൈക്കിളിനെ ട്രാൻസെൻഡ് ചെയ്യുന്നു. പിന്നെയും വരാം, പക്ഷെ ആ ഒറിജിനൽ ആയിട്ടുള്ള ആ സ്റ്റേറ്റിൽ താഴെ മാസ്റ്ററുടെ ഇൻസ്ട്രുമെന്റ് ആയിട്ട് നമുക്ക് വരാം. ഇത് മനസ്സിലാക്കിയിട്ട് എല്ലാവരും ഈ ജീവിതത്തിൽ തന്നെ ഹാർട്ട്ഫുൾനെസ് പ്രാക്ടീസിലേക്ക് വരണം. എല്ലാവരും റെഗുലറായിട്ട് പ്രാക്ടീസ് ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അടുത്ത സെഷൻ വരെ വിട വാങ്ങുന്നു. നന്ദി, നമസ്കാരം.